ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷ കൂട്ടുന്നതിൽ ഹൈക്കോടതി വാദം കേൾക്കുകയാണ്. കുറ്റം ചെയ്തിട്ടില്ലെന്നും ഭാര്യയും 2 കുട്ടികളുമുള്ളതിനാൽ വധശിക്ഷ നൽകരുതെന്നും ഒന്നാം പ്രതി MC അനൂപ് ആവശ്യപ്പെട്ടു. 80 വയസ്സായ അമ്മ മാത്രമുള്ളതിനാൽ ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് കിർമാണി മനോജും കേസുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കൊടിസുനിയും വാദിച്ചു. TP കൊലക്കേസ് ഗൂഢാലോചനയിൽ കുറ്റക്കാരനാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയ ജ്യോതിബാബു കോടതിയിൽ ഹാജരായില്ല. പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത്. നോക്കാം. ഏറ്റവും ക്രൂരലും ബ്രൂട്ടലുമായിട്ടുള്ളൊരു കൊലപാതകമാണ്. അതിനനുസരിച്ചുള്ള വിധി ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം നമുക്ക്. അലി അക്ബർ ഷാ നമുക്കൊപ്പം. ഇപ്പോൾ KK രമ പറഞ്ഞത് കോടതിയിൽ പ്രതീക്ഷയുണ്ട്, വിധി പ്രതീക്ഷിച്ച രീതിയിലായിരിക്കും ശിക്ഷ ഉയർത്തുന്നതിൽ വരിക എന്നുള്ളതാണ്. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിഭാഗത്തിന് പറയാനുള്ളത് അവരുടെ ശിക്ഷ ഒഴിവാക്കുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ശിക്ഷ ഉയർത്തരുത് എന്ന് പറയുന്നതിനായി? സുജിയ, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷാ വിധി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാദം ഹൈക്കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ശിക്ഷ ഉയർത്തണമെന്നാവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷന്റെ അപ്പീലിൽ പ്രതികൾക്ക് പറയാനുള്ളത് കോടതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലാണിപ്പോൾ ഒന്നാം പ്രതിയായ MC അനൂപ് ഇത്തരത്തിൽ കുറ്റം ചെയ്തിട്ടില്ല എന്നും ഭാര്യയും 2 മക്കളുണ്ട്, അതിനാൽ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കണമെന്നുമുള്ള ആവശ്യം പറഞ്ഞിട്ടുള്ളത്. കൊടിസുനി ഇത്തരത്തിൽ ഈ ക്രൈമിൽ ഭാഗമേ ആയിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് നൽകിയത്. അതുപോലെ തന്നെ 80 വയസ്സായ അമ്മ വീട്ടിലുള്ളതിനാൽ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നാണ് കിർമാണി മനോജ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ പ്രതികളുടെ ഭാഗം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 12 പ്രതികളായിരുന്നു ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകേണ്ടിയിരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഈ കേസിൽ ശിക്ഷാവിധിയിൽ ഉൾപ്പെട്ട KK കൃഷ്ണനും അതുപോലെ തന്നെ ജ്യോതിബാബു ഉൾപ്പെടെയുള്ള 12 പ്രതികളായിരുന്നു ഇന്ന് കോടതിയിൽ ഹാജരാകേണ്ടിയിരുന്നത്. പക്ഷേ ജ്യോതിബാബു ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായിട്ടില്ല. പക്ഷേ ഓൺലൈനിൽ ജ്യോതിബാബു ഹാജരായിട്ടുണ്ട് താനും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാവിധിയിൽ ഉയർത്തൽ ഉണ്ടാകുമെന്നത് അടക്കമുള്ള സുപ്രധാനമായ വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് വരാൻ ഇരിക്കുന്നത്. ഈ KK രമ ആദ്യഘട്ടത്തിൽ തന്നെ 24 പേരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് അവരെ കൂടി പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള അപ്പീൽ സമർപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ 2 പേരെ കൂടി, ജ്യോതിബാബുവും അതുപോലെ KK കൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതിപട്ടികയിൽ വീണ്ടും ഉൾപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അല്പസമയം മുമ്പ് KK രമ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. അതിക്രൂരമായ കൊലപാതകമാണ് നടന്നത്. അതുകൊണ്ട് ആ ഒരു ഗൗരവത്തിൽ തന്നെയുള്ള വിധി, നീതി കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നുവെന്നായിരുന്നു KK രമ പ്രതികരിച്ചത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. ഇന്ന് ഇതിൽ വിധി ഉണ്ടാകുമോ അതോ വിധി പറയാൻ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. സുജയ. ഓക്കെ, അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്. ഒന്നാം പ്രതി അനൂപ് വധശിക്ഷ നൽകരുത് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓരോ പ്രതികളുടെയും ഭാഗം അത് കേൾക്കുകയാണ് കോടതി.